ആരംഭിക്കുകയാണ്. അധ്യക്ഷനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം ഈശ്വര പ്രാർത്ഥന. അനുശോചനം. നമ്മുടെ ഈ ക്ലബ്ബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടൊരു അംഗം നമ്മുടെ പേര് വിട്ടുപോയി. അയ്യപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്ക് മൗനാചരിക്കാം. സ്വാഗതം ആശംസിക്കുന്നതിന് നമ്മുടെ ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രാജേന്ദ്രനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫ്രണ്ട്സ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം അംഗത്വ നോട്ടീസ് ആയവർക്ക് 100 രൂപ ഫീസിനോ അതിൽ കൊടുത്തു. നിങ്ങളുടെ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. ആദ്യമായി ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് NK ഭരതനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ഷംസുദ്ദീൻ അവർകളെ സ്വാഗതം ആശംസിക്കുന്നു. 2ാം വാർഡ് മെമ്പർ സിമി ജിജോയെ സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് മെമ്പർ സിനി ജോണിക്ക് സ്വാഗതം ആശംസിക്കുന്നു. ശ്രീമൂലനഗരം മേഖല കമ്മിറ്റി എഡ്രാക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VJ ഉബൈദുള്ളയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നു. എഡ്രാക്ക് സെക്രട്ടറി PS വിനയന് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾക്കും സ്വാഗതം ആശംസിക്കുന്നു. മുത്തൂറ്റ് മെഡിക്കൽ ടീം അംഗങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഇന്നത്തെ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് NK ഭരതനെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി TN രാജേന്ദ്രൻ, ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ, 2ാം വാർഡ് മെമ്പർ സിമി സിജോ, ബ്ലോക്ക് മെമ്പർ സിനി ജോണി, ശ്രീമൂലനഗരം മേഖല കമ്മിറ്റി എഡ്രാക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VH ഉബൈദുള്ള, എഡ്രാക്ക് സെക്രട്ടറി PS വിനയൻ, ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി മെമ്പർമാർ, മുത്തൂറ്റ് സ്നേഹാശ്രയ മെഡിക്കൽ ടീം അംഗങ്ങളെ, മറ്റു പൊതു അംഗങ്ങളെ, ആഗസ്റ്റ് മാസം 1-ാം തീയതി എഡ്രാക്ക് എന്ന സംഘടനയ്ക്ക് കീഴിൽ രൂപം കൊണ്ട ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എഡ്രാക്ക് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ജാതി, മതം, രാഷ്ട്രീയം ഇതിലൊന്നും ഇടപെടാതെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച സംഘടനയാണ് എഡ്രാക്ക്. അതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇന്ന് നമ്മൾ നടത്തുന്ന ഈ മെഡിക്കൽ ക്യാമ്പ്. ഇനിയും ഇതുപോലെ വിനോദമായും വിജ്ഞാനമായും ഉൾപ്പെടുത്തി ഭാവി പരിപാടികളിൽ പങ്കാളിയാവാൻ തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിപ്പെട്ട ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് VN ഷംസുദ്ദീൻ അവർകളെ സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ഈ ക്യാമ്പിൽ അധ്യക്ഷനായിട്ടുള്ള നമ്മളുടെ ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഭരതൻ ചേട്ടൻ, സെക്രട്ടറി രാജേന്ദ്രൻ ചേട്ടൻ, നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിനി ജോണി, പഞ്ചായത്ത് അംഗം സിമി ജിജോ, എഡ്രാക്കിന്റെ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബൈദുള്ള, സെക്രട്ടറി വിനയൻ, കൂടിയിരിക്കുന്ന നമ്മളുടെ മറ്റ് മുത്തൂറ്റ് സ്നേഹാശ്രയ സ്റ്റാഫ് അംഗങ്ങളെ, നമ്മളുടെ അസോസിയേഷന്റെ മറ്റ് പ്രവർത്തകരെ, നാട്ടുകാരെ, നമുക്കറിയാം ഇന്നിപ്പോ വലിയ രീതിയിലുള്ളൊരു പ്രസംഗത്തിന് ഇവിടെ സ്ഥാനമില്ല എന്ന് നമുക്കറിയാം. ഒരു ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് രാവിലെ 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത്, കാരണം വെറും വയറ്റിൽ വേണമല്ലോ. ഇപ്പൊ ഷുഗർ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ വെറും വയറ്റിൽ വേണം. അപ്പൊ അത് രാവിലെ തന്നെ തുടങ്ങണം. അതുകൊണ്ടാണ് 7 മുതൽ 9 വരെ, അങ്ങനെ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം തന്നെ അങ്ങനെ വെക്കുക. ചില ഭാഗങ്ങളിലൊക്കെ ഇപ്പം പറഞ്ഞതുപോലെ കണ്ണ് ടെസ്റ്റിംഗ് ക്യാമ്പ്, ഐ ക്യാമ്പൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10 മണിക്ക് 10:30 മണിക്ക് അങ്ങനെയൊക്കെയാണ് വെക്കുക. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ എടനാട് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നാളെയും ഉണ്ട്, എടനാട് ഒരെണ്ണം കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അത് എല്ലാം വിപുലമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ നമ്മളുടെ ആഹാര രീതിയും നമ്മളുടെ ജീവിതക്രമങ്ങളും ഒക്കെ എടുക്കുമ്പോൾ ഇനി എത്രത്തോളം സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ കൂടി നമുക്ക് അടിസ്ഥാനപരമായിട്ട് പല രീതിയിലുള്ള രോഗങ്ങളാൽ നമ്മളുടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാര്യം ഇന്നിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിനും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ട്രീറ്റ്മെന്റുകൾക്കെല്ലാം തന്നെ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ എല്ലാ മാർഗങ്ങളും നമ്മളുടെ നാട്ടിൽ ഇന്ന് നിലവിലുണ്ട്. പക്ഷെ അതിനെല്ലാം
അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക ചെലവും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഇനി ചെറിയ തോതിലൊക്കെ സാമ്പത്തിക കുറവുള്ള ഇടങ്ങൾ ഉണ്ട് എങ്കിൽ തന്നെ ആളുകളെ സംബന്ധിച്ച് ഈ രാവിലെ തന്നെ പോയി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വല്ലാത്തൊരു പ്രശ്നം. മിക്കവാറും ആളുകൾ നമ്മൾ ഡോക്ടർ ഒരു കുറിപ്പ് എഴുതുന്നത് വരെ നമ്മൾ പോകാതെ എങ്ങനെ കഴിച്ചു കൂട്ടും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഒരു 5 മാസം 6 മാസം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട സംഗതിയാണ്. ഇപ്പൊ നമ്മൾ ഒരു വർഷം ചെയ്തിട്ട് പിന്നെ ഒരു 2-3 വർഷം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഓരോ അസുഖങ്ങളും വന്ന് പിടിപെടുന്നത് എപ്പോഴാണ് എന്താണ് എന്നൊന്നും ആർക്കും പറയാൻ പറ്റൂല. ഇന്നത്തെ ആഹാരക്രമം എന്ന് പറയുന്നത് മിക്കവാറും വീടുകളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ ഓൺലൈൻ ഭക്ഷണങ്ങൾ മേടിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ തീർത്തും വ്യായാമമില്ലെങ്കിൽ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയേക്കാണ്. കാരണം എന്താ, നമ്മളുടെ കുടുംബങ്ങളിലെ ജീവിത രീതി എന്ന് പറയുന്നത് പഴയതുപോലെ അടിക്കല്, തൂക്കല്, അലക്കല് ഇതൊക്കെ അങ്ങനെ മാറി മാറി പോവാ. കാരണം എല്ലാത്തിനും ഇപ്പൊ മെഷീനറീസും കാര്യങ്ങളും ഒക്കെ ആയിപ്പോ വീടിന്റെ അകത്തളങ്ങൾ തുടക്കുന്നത് വരെ ഇന്നിപ്പോ മെഷീനാണ്. അത് രാത്രി ഓൺ ചെയ്തിട്ടിട്ട് നേരം വെളുക്കുമ്പോഴേക്കും കംപ്ലീറ്റ് തൂത്ത്. അപ്പൊ ഒരു 10, 25,000, 30,000 രൂപയൊക്കെ കൊടുത്ത് ഈ മെഷീൻ മേടിച്ചാൽ ആ ഒരു പ്രശ്നത്തിലേക്ക് പിന്നെ നോക്കണ്ടല്ലോ എന്നാണ് സ്ത്രീകൾ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ കുടുംബാംഗങ്ങൾ, കുട്ടികളൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ രീതി, ഒരു കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ കുറെ ഭക്ഷണം ഉണ്ടാക്കിയാൽ കുറെ അംഗങ്ങളും ഉണ്ടാകും അല്ലേ? അപ്പോ ഉള്ളത് കൊണ്ട് എല്ലാവരും തൃപ്തിപ്പെട്ട് ചെറിയ തോതിലൊക്കെ കഴിച്ചങ്ങോട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ അതല്ല, ഈ അണുകുടുംബ വ്യവസ്ഥയൊക്കെ വന്നപ്പോ ആകെ 1, 2 അല്ലെങ്കിൽ 3, 4 ആളുകളൊക്കെയാണ് ഒരു വീട്ടിലെ അംഗങ്ങളായിട്ട് ഉണ്ടാവുള്ളൂ. എന്നാൽ ഭക്ഷണത്തിന് സാധനങ്ങൾ വാങ്ങുന്നതിന് യാതൊരു അതിരുമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ ആവശ്യത്തിലധികം ഭക്ഷണം കൊടുക്കണം. ഇതിൽ ചിലപ്പോൾ ഒരു പകുതിയിലധികം അവർ ബാലൻസ് ഇടും. ഈ ബാലൻസ് ഇടുന്നത് പുറത്ത് കളയാനായിട്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണമാണ്. അപ്പൊ എന്ത് ചെയ്യും, ആ ഭക്ഷണവും കൂടി ഈ സ്ത്രീകൾ അകത്താക്കും. ഇത് നിരന്തരം മിക്കവാറും എല്ലാ വീടുകളിലും നടന്നു വരുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളുടെ ശരീരത്തിന് നല്ല രീതിയിൽ വ്യായാമം കിട്ടിയില്ല എങ്കിൽ ഈ പറയുന്നത് പോലെ പല പല അസുഖങ്ങളും വന്നുപെടും. കാര്യം ഇന്നത്തെ ആയുഷ് ദൈർഘ്യമൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. അതായത് വളരെ പെട്ടെന്ന് മരണത്തിലേക്ക് നയിക്കുന്ന അസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഒരുപാട് ഗുണങ്ങൾ അതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ട്രീറ്റ്മെന്റിന് നല്ലൊരു സമ്പത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ നിന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ പറയുന്ന പോലെ ഉള്ള അതിനെല്ലാം തുടർച്ചയായിട്ടുള്ള അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണ്. അത് നമ്മൾ നോക്കി വേണ്ടുന്ന രീതിയിൽ ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എങ്കിൽ ഇതെല്ലാം വളരെയധികം കലശലായിട്ടുള്ള അസുഖങ്ങളിലേക്ക് മാറും. അപ്പൊ ഇതിനെല്ലാം ഇപ്പൊ നമ്മളുടെ പഞ്ചായത്തിൽ ഒരു 16 വാർഡിലും മിക്കവാറും എല്ലാ ഏരിയകളിലും ഇപ്പൊ ഈ പറയുന്ന പോലെ റെസിഡൻസ് അസോസിയേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രവർത്തന ഫലമായിട്ട് മിക്കവാറും ഇപ്പൊ തന്നെ എല്ലാ വാർഡുകളിലും എല്ലാ അസോസിയേഷൻസിലും ഏതാണ്ട് ആഴ്ചയിലൊരിക്കൽ ഓരോ സ്ഥലത്തും പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ ഇവരെല്ലാം തന്നെ ഇങ്ങനെ ഈ പരിപാടികളൊക്കെ വെക്കുന്നത് കൊണ്ട് നമ്മളുടെ വീടിന്റെ ഉമ്മറത്ത് തന്നെ നമ്മൾക്ക് നമ്മളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയുന്നതിനുള്ള ഒരു സജ്ജീകരണം ഈ പറയുന്ന പോലെ റെസിഡൻസ് അസോസിയേഷൻസ് ഏർപ്പെടുത്താണ്. അപ്പൊ അതിന് ഈ മുത്തൂറ്റ് സ്നേഹാശ്രയ പോലുള്ള ഏജൻസികൾ അവരുടെ CSR ഫണ്ടും കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെയധികം നമ്മളുടെ നാട്ടിലെ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരും നല്ല ഒരു റിഡക്ഷൻ റേറ്റിലും കുറെ ഐറ്റങ്ങളെല്ലാം തന്നെ ഫ്രീ ആയിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. അത് അവരുടെ ആ ഒരു സന്നദ്ധത മുതലെടുത്തുകൊണ്ട് തന്നെ നമ്മളത് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രാവർത്തികമാക്കാം. കുറെ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരെ കൊണ്ട് സാധിക്കില്ല, അവിടെ കുറെ സന്നദ്ധ സംഘടനകൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഇത് സാധിക്കണമെന്നില്ല. ഇനി സാധിച്ചാൽ തന്നെയും ആരും അതിന് മുതിരില്ല. പക്ഷെ ഇതേപോലെ റെസിഡൻസ് അസോസിയേഷൻസ് വരുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ അതിന്റെ കീഴിൽ എത്രത്തോളം വീടുകളുണ്ട് ആ വീട്ടുകാരുടെ എല്ലാം തന്നെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടറിഞ്ഞ് അതിനു വേണ്ടുന്ന മാർഗങ്ങൾ ആ നാട്ടിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുള്ള മുഖ്യ സംഗതിയാണ് ഇതേപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് സേവനങ്ങൾ വീട്ടുപടിക്കൽ കിട്ടുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മളുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ
വിനയനും അതേപോലെ തന്നെ ഇവിടുത്തെ റെസിഡൻസിന്റെ ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ടാറിങ് വർക്കുകൾ അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇതിന്റെ ഒരു വിഷയം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നത്. നമ്മുടെ മെമ്പർക്ക് വീടിന്റെ പുറത്തേക്ക് ഇപ്പൊ കടക്കാൻ പറ്റുന്നില്ല എന്നാണ് മെമ്പറുടെ പരാതി. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ റെസിഡൻസുകൾ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാകും എന്നുള്ളതല്ല, അതെല്ലാം തന്നെ എത്തേണ്ടിടത്ത് എത്തിക്കാനായിട്ട് ജനങ്ങൾ മുൻകൈ എടുത്തില്ലെങ്കിൽ കൂടി അവരുടെ ഈ ഭാരവാഹികൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഞാൻ റോഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊന്ന് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 16 ലക്ഷം രൂപയോളം ഈ പറയുന്ന ചൊവ്വര ജംഗ്ഷൻ മുതൽ നമ്മളുടെ ഈ തോട് വരെ ടാറിങ്ങിനും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ചെറിയ കലങ്ക്, അത് വളരെ ഇടുങ്ങിയ കലങ്കാണ്. അപ്പൊ ഒരു ബസ് പോകുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഈ റൂട്ട് കൂടി വേറെ ഒരു 3-4 പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ മീറ്റിങ്ങിലും എല്ലാം തന്നെ ഞാൻ ഉൾപ്പെടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്കമാലിയിൽ നിന്ന് നേരെ കാക്കനാട് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ്സുകൾ ഈ വഴിക്ക് ട്രിപ്പ് സംഘടിപ്പിക്കണം എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിലവിൽ അവിടെ ഉള്ള ആ ഒരു ചെറിയ കലങ്ക് അതിന് വീതി കൂട്ടണം എന്നുള്ളത് കൊണ്ടാണ് അത് ഉൾപ്പെടെ 16 ലക്ഷം രൂപ നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ കലങ്ക് പണിയുന്ന ഭാഗത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടൊരല്പം വൈകി. അതിനു മുൻപ് നമ്മൾ ഈ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് 4 പ്രാവശ്യം ടെൻഡർ ഇട്ടിട്ട് ആ ടെൻഡർ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഈ വാർഡിലെ വർക്ക് എന്നല്ല, പഞ്ചായത്തിലെ മിക്കവാറും നമ്മുടെ പഞ്ചായത്തിലല്ല സ്റ്റേറ്റ് ഒട്ടുക്കും ആ പ്രശ്നങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാലോ. കോൺട്രാക്ടേഴ്സ് തയ്യാറായില്ല. അങ്ങനെ വന്നപ്പോൾ അതങ്ങനെ നീണ്ടു പോയി. ഇപ്പോൾ അതിന്റെ ടെൻഡർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, വർക്ക് ഏറ്റെടുത്തു. പിന്നെ അവിടെ ആ മതിലുമായിട്ട് ബന്ധപ്പെട്ട് മതില് പൊളിക്കുന്നത് ഒരല്പം നമ്മളത് റീബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായി. അപ്പൊ അതിന്റെ പണിപ്പുരയിലാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും അതൊരു ഫൈനൽ ഇതിലേക്ക് ആയിട്ടുണ്ട്. മിക്കവാറും നമുക്ക് ഇനിയിപ്പോൾ ഒരു 40,000 രൂപ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം വാട്ടർ അതോറിറ്റി, കാരണം ഒരു 2-3 പൈപ്പുകൾ അതിൽ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം കട്ട് ചെയ്തൊന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ട് ഒരു 40,000 രൂപ കൂടി കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം കൊടുത്ത് ആ പൈസയും കെട്ടാമെന്ന് പറഞ്ഞിരിക്കാം. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ഈ ഒരാഴ്ച മാക്സിമം അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അവസാനമായപ്പോ നമ്മൾ ഈ കലങ്ങിന്റെ വീതി കൂട്ടൽ നടന്നില്ല എങ്കിൽ കൂടി റോഡ് ടാറിങ് ശരിക്കും നമ്മൾ ഈ ദിവസങ്ങളിൽ തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ചൊക്കെ മുന്നോട്ട് നീങ്ങിയത്. ഇതിന്റെ ഇടയ്ക്ക് വന്ന ചെറിയൊരു തടസ്സം കൂടി ഉണ്ട്, ചെറുതല്ല വലുത് തന്നെയാണ്. അതായത് നമ്മളുടെ ഈ കോസ്റ്റ് ഗാർഡ്, ഇത് നമ്മളുടെ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സ്ഥിതി ചെയ്യുന്ന കോസ്റ്റ് ഗാർഡിലേക്ക് വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു പൈപ്പ് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് 12.5 കോടി രൂപ നിലവിൽ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വന്നാൽ അവിടേക്കുള്ള പൈപ്പ് പോകുന്നത് ഈ പറയുന്ന ചൊവ്വര കൂടി, പട്ടൂർക്കുന്ന് കൂടി, എടനാട് കൂടി, കല്ലയം കൂടി നേരെ അങ്ങോട്ട് പോകും. അതായത് 16-ാം വാർഡ്, 2-ാം വാർഡ്, 3-ാം വാർഡ്, 4-ാം വാർഡ്, 5-ാം വാർഡ്, ഈ 5 വാർഡുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. അപ്പൊ അത് അവരുദ്ദേശിക്കുന്നത് റോഡിന്റെ സെന്റർ കൂടി ഏതാണ്ട് 1 മീറ്ററിനും 1.5 മീറ്ററിനും ഇടയ്ക്ക് വെച്ച് വീതിയിൽ കട്ട് ചെയ്ത് പൈപ്പ് ഇടാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അവർ പഞ്ചായത്തിലേക്ക് ലെറ്ററും തന്നു. അങ്ങനെ പഞ്ചായത്തിൽ ലെറ്റർ തന്നിട്ട് ആദ്യം നമ്മൾ അത് റിജക്ട് ചെയ്തു. കാരണം ഇവിടെ BMBC നിലവാരത്തിൽ റോഡൊക്കെ ടാറിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കുത്തിപ്പൊളിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 6 മാസമെങ്കിലും കഴിയാതെ അത് പൊളിക്കല് തന്നെ നടക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം റിജക്ട് ചെയ്തതാണ്. പക്ഷെ അവരിപ്പോ വീണ്ടും ഈ കഴിഞ്ഞ മാസം നിർബന്ധമായിട്ട്, കാരണം ഗവൺമെന്റിലേക്ക് പൈസ കിട്ടിയിരിക്കുകയാണ്, പഞ്ചായത്തിന്റെ അനുമതി അവർക്ക് ആവശ്യമില്ല, അവർ നേരിട്ട് തന്നെ അനുമതി കാര്യങ്ങൾ കൊടുത്ത് അത് പൊളിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് ടാറിങ് നമ്മൾ തുടങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം നിയമപരമായിട്ട് പഞ്ചായത്തിന് അനുമതി കൊടുത്താൽ ഈ പറയുന്ന പഞ്ചായത്ത് തന്നെ അതിന് സമാധാനം പറയേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു ലെറ്റർ പഞ്ചായത്തിന് കിട്ടിയിട്ട് ആ റോഡ് കുത്തിപ്പൊളിക്കാനിരിക്കുന്നതാണ് എന്ന് പഞ്ചായത്തിന് അറിയാമായിരുന്നിട്ടും വീണ്ടും കൊണ്ടുവന്ന് 16 ലക്ഷം രൂപ അവിടെ മുടക്കി എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ അതിന് സമാധാനം പറയണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വീണ്ടും ഈ വിഷയത്തിന് വേണ്ടി മാത്രം ഒരു കമ്മിറ്റി സിംഗിൾ അജണ്ട വെച്ച് കൂടി ഒരു കാരണവശാലും ഈ പറയുന്ന ഭാഗത്ത് കൂടി പൈപ്പ് ഇടാനായിട്ട് അനുമതി കൊടുക്കണ്ട എന്നുള്ള കണ്ടീഷനിലേക്ക് അനുമതി കൊടുക്കുക എന്നുള്ളത് നമ്മൾ മാറ്റിവെച്ചിട്ട്
അനുമതി കൊടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെന്റ് ഒരു പക്ഷേ അടുത്ത സ്റ്റെപ്പ് അവരെടുക്കുമായിരിക്കും. നമ്മളെ സംബന്ധിച്ച് അതിന് അനുമതി കൊടുക്കാതെ ഇരുന്നിട്ട് മറ്റ് ഒരു 4-5 ഓപ്ഷൻസ് നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞിരിക്കുന്നത് റോഡിന്റെ ഏതെങ്കിലും ഒരു സൈഡ് കൂടി, അപ്പൊ അവിടെയൊക്കെ പൈപ്പ് ഉണ്ടെന്നാണ് അവരുടെ പ്രശ്നം. അപ്പൊ ആ പൈപ്പ് താത്തിയിടാനോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തിട്ട് അവർ കൊണ്ടുപോവുക. അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നുകിൽ റോഡ് കുത്തിപ്പൊളിക്കാതെ റോഡിന്റെ സൈഡ് കൂടി ഈ സാധനം നേരെ നമ്മളുടെ തോടിന്റെ അവിടം വരെ എത്തിച്ചിട്ട് തോടിന്റെ സൈഡ് കൂടി നേരെ എയർപോർട്ടിന്റെ അവിടെ ചെന്ന് കോസ്റ്റ് ഗാർഡിലേക്ക് കൊണ്ടുപോവുക. ഒരു കാര്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതാണ്. മറ്റൊന്ന്, നമ്മളിപ്പോ ചെങ്ങൽ പാലത്തിൽ നിന്ന് നോക്കിയാൽ ഒരു സൈഡിലേക്ക് കോസ്റ്റ് ഗാർഡിന്റെ ബിൽഡിംഗ് കാണാം, മറ്റു സൈഡിലേക്ക് നോക്കിയാൽ പെരിയാറും കാണാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് 12.5 കോടി രൂപ നിങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ 1/3 പൈസ ഉണ്ടെങ്കിൽ ആ പെരിയാറിന്റെ തീരത്ത് ചെറിയൊരു പ്ലാന്റ് സ്ഥാപിച്ചാൽ, വലിയ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ആവശ്യം അവിടെ ഇല്ല, ചെറിയ ഒരു പ്ലാന്റ് നിങ്ങൾ അവിടെ സ്ഥാപിച്ചാൽ 2-2.5 കിലോമീറ്ററാണ് ആകെ ദൂരം വരുന്നുള്ളൂ. ആ ദൂരത്തിലേക്ക് പെരിയാറിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടാൽ നിങ്ങൾക്ക് തീർക്കാവുന്ന കേസുള്ളൂ. ഇത് വെറുതെ ഈ 4-5 വാർഡുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 വർഷമായിട്ട് ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ പഞ്ചായത്തിൽ നിന്നല്ല, മിക്കവാറും കേരളത്തിലെ മിക്കവാറും പഞ്ചായത്തുകളിലൊക്കെ ഉള്ള സ്ഥിതി ഇത് തന്നെയാണ്. നമ്മുടെ പഞ്ചായത്തിൽ പിന്നെ അതെല്ലാം റീടാറിംഗ് ഒക്കെ പൂർത്തീകരിച്ച്, മറ്റുള്ളിടത്ത് അതും നടന്നിട്ടില്ല, ഇപ്പോഴാണ് നടന്നു വരുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് വരുന്ന ഏതാണ്ട് ഒരു 2 വർഷമായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാം. വീണ്ടും ഒരു ബുദ്ധിമുട്ടിലേക്ക് ജനങ്ങളെ തള്ളിവിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് നമ്മൾ വളരെ ശക്തിയുക്തം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് വേറെ ചില ആളുകളുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പെരിയാറ് കൂടി അങ്ങനെ കറക്കി കൊണ്ടുവന്ന കേസൊക്കെ പറഞ്ഞിട്ടുണ്ട്, പള്ളങ്ങൾ കൂടിയിട്ട്. പക്ഷെ അത് ഒരു ചിലപ്പോൾ നടപടിയാകണമെന്നില്ല, കാരണം ദൂരം ഒരുപാട് വരും. ഇപ്പൊ റോഡ് പോകുന്നത് പോലെയല്ല, ഇങ്ങനെ കറങ്ങിയൊക്കെ വരുമ്പോൾ നല്ലൊരു ദൂരം വരും. മറ്റൊന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത് എയർപോർട്ടിലേക്ക് നിലവിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ഒരു പൈപ്പ് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് അത്യാവശ്യം വലിയ പൈപ്പ് തന്നെയാണ്. അതിൽ നിന്ന് ലൂപ്പ് ചെയ്തിട്ട് ഇവർക്ക് എടുക്കാവുന്ന കേസുള്ളൂ. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന 4-5 വാർഡുകളിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാതെ അവരിങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമായിട്ടാണ് നമ്മളത് കണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ നിർബന്ധപൂർവം അതിന് യുക്തമായ ഒരു മറുപടി തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം പെട്ടെന്ന് തന്നെ എത്തിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെച്ചിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം അവരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ അതിന് ഒരു മറുപടി ഇവിടെ കിട്ടാതെ ഈ ടാറിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെ കലങ്കിന്റെ പണി ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തുടങ്ങും. അത് ഇതുമായിട്ട് അങ്ങനെ വലിയ ബന്ധം വരുന്നില്ല. അപ്പൊ ടാറിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇവര് എന്ന് യെസ് ഓർ നോ ഒന്ന് നമ്മളോട് പറഞ്ഞാലാണ് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പൈസ കൊണ്ടുവന്ന് അവിടെ ചെയ്ത് പിന്നത്തെ ആഴ്ച അവരത് പൊളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയാൽ പഞ്ചായത്ത് ഇതിന് മറുപടി പറയേണ്ടി വരും. സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും പ്രതികളാകും, AE ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തായാലും നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്തും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മറ്റ് സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാം നമ്മളുടെ ജനങ്ങളുടെ ഒപ്പം ഉണ്ടാകും. അവരെല്ലാവരും തന്നെ അത് നേരത്തെ കൂട്ടി പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തിന്റെ ഔദ്യോഗിക തീരുമാനങ്ങൾ എപ്പോഴും നമ്മളുടെ ജനങ്ങൾക്ക് അനുകൂലം തന്നെയായിരിക്കും, അതിൽ തർക്കമൊന്നും വേണ്ട. അപ്പൊ എന്തായാലും നമ്മളത് പെട്ടെന്ന് തന്നെ ടാർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും പിന്നെ ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതേപോലെ നമ്മളുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം 3-4 ലൈറ്റുകൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു മെമ്പർ ഇതുപോലെ തന്നെ. അപ്പൊ അത് ഇട്ടല്ലോ, അത് അല്ലേ? ഇനിയുണ്ടോ? ഇനിയുണ്ടോ? അപ്പൊ ഏതായാലും നമ്മൾ ഒരു കഴിഞ്ഞ മാസമാണ് എല്ലാ വാർഡുകളിലും പൂർണ്ണമായിട്ടും കേട് വന്നിട്ടുള്ള എല്ലാ ലൈറ്റുകളും മാറ്റി ഏതാണ്ട് 1500ഓളം ബൾബുകൾ നമ്മൾ LED ബൾബുകളാക്കി മാറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം പോയതാണ് ഇത്. അപ്പൊ അതിലിപ്പോ 2-3 വഴിയുടെ അവിടെ പ്രശ്നങ്ങളുള്ള ഏരിയയിലുള്ളതൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഈ അടുത്ത ദിവസം തന്നെ നമ്മളത് AMC 1 വർഷത്തേക്ക് തന്നെ ടെൻഡർ വിളിച്ച് കൊടുക്കുകയാണ്. അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് അതിനുണ്ടാകും. അപ്പൊ അത് മിക്കവാറും ഈ 1 മാസത്തിനുള്ളിൽ അതിന്റെ വർക്കുകളെല്ലാം നടക്കും. ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന നാട്ടിലെ ഇഷ്യൂസും പ്രശ്നങ്ങളും എല്ലാം തന്നെ പഞ്ചായത്തിനെയും അധികാരികളെയും വേണ്ടപ്പെട്ട ആളുകളെയും എല്ലാം തന്നെ അപ്പോഴപ്പോൾ അറിയിച്ചു പോകാനും അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ മറ്റ് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും ഇനി നമ്മളുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങളുണ്ട്, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതിനെല്ലാം പരിഹാരം. അപ്പൊ അതിനെല്ലാം തന്നെ ഒരു ഗൈഡ് ലൈൻ ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഉതകുന്ന രീതിയിലുള്ള ക്യാമ്പുകൾ, കാര്യങ്ങൾ, ഇതെല്ലാം ഈ പറഞ്ഞ പോലെ
ഈ റെസിഡൻസ് അസോസിയേഷൻസ് മുൻകൈയെടുത്തുകൊണ്ട് ഇനിയും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടുണ്ടാകും. എല്ലായിടത്തും അത് നടന്നു വരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ 2-3 ഉദ്ഘാടനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തുവരാണ്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു അസോസിയേഷൻ രൂപീകരിച്ചത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഒരു കാരണവശാലും കുറച്ച് കാണണ്ട. ഇനി രൂപീകരിക്കാനുള്ളിടത്ത് ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഏതെങ്കിലും വാർഡിലൊക്കെ ഇനി രൂപീകരിക്കാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ എല്ലാം രൂപീകരിക്കാൻ. കാരണം പഞ്ചായത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരാണ്. മിക്കവാറും ഇപ്പോൾ ഈ NREGയുടെ ഒക്കെ പുതിയ പുതിയ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റുകൾ നടന്നോട്ടെ കേട്ടോ. പ്രസംഗം ഇച്ചിരി നീണ്ടുകൊണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആളുകൾ ടെസ്റ്റിന് വന്നേക്കുന്ന ഒരു ടെസ്റ്റ് നടന്നോട്ടെ കേട്ടാ. അപ്പൊ നമ്മളെന്താ പറഞ്ഞ NREGയുടെ ഈ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പുതിയ പുതിയ റൂൾസ് അനുസരിച്ച് റോഡിന്റെ സൈഡുകളെല്ലാം തന്നെ ക്ലീൻ ചെയ്യൽ കാര്യങ്ങളൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും വർഷത്തിൽ 2-3 പ്രാവശ്യം നമ്മൾ മഴക്കാല പൂർവ്വ ശുചീകരണത്തിലും മറ്റുള്ളതിലൊക്കെ പെടുത്തി അത്യാവശ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യാത്ത ഇടങ്ങളിൽ റെസിഡൻസിന്റെ ആളുകൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏരിയകളിൽ, ഇപ്പൊ എൻ്റെ ഏരിയ, ഉബൈദിന്റെ ഒക്കെ ഏരിയ, അവിടെയൊക്കെ റെസിഡൻസ് ഉള്ളതാണ്. ഈ അസോസിയേഷൻസ് മുൻകൈ എടുത്തുകൊണ്ട് റോഡിന്റെ സൈഡെല്ലാം തന്നെ വെട്ടി ക്ലീൻ ചെയ്ത് നല്ലതുപോലെ സാമ്പത്തികം അതിൽ മുടക്കി അസോസിയേഷൻസ് തന്നെയാണ് മുടക്കുന്നത്. നമ്മളെ ഈ കുടുംബങ്ങളിൽ നിന്നൊക്കെ വളരെ തുച്ഛമായ പൈസയാണല്ലോ അവർ വാങ്ങുന്നത്. 100-200 ഒക്കെ വെച്ചിട്ടാണ് ആകെ വിരിച്ചിട്ടുള്ളൂ. പിന്നെ അപ്പൊ അതെല്ലാം തന്നെ ഒരു സർവീസ് മനോഭാവത്തോടു കൂടി അതിന് പൈസ മറ്റ് പുറത്തു കൊടുക്കാതെ നമ്മൾ തന്നെ ചെയ്യുന്ന സിസ്റ്റവും ഇതെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ നല്ലതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വെളിച്ചവും വെട്ടവും എല്ലാം ഉണ്ട്. അതുപോലെ കാടും പടലും ഒക്കെ പോയി നമ്മളുടെ റോഡെല്ലാം വളരെ ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ടാറിങ് പോലുള്ള കേസുകൾ അത് എത്തേണ്ടിടത്ത് ഈ പറയുന്ന പോലെ നമ്മളുടെ ആവശ്യങ്ങൾ എത്തിക്കാനും ഈ പറയുന്ന ആളുകളെല്ലാം രംഗത്തുണ്ട്. എന്തായാലും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളവും അതേപോലെ തന്നെ നമ്മൾ പൊതുപ്രവർത്തകരെ മൊത്തത്തിൽ എടുത്താലും നമുക്ക് എല്ലാവർക്കും പണിയൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞു വരാണ്. എന്തായാലും നമ്മളുടെ നാട്ടിൽ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും വരട്ടെ. ഇതിൽ ആക്റ്റീവ് ആകാതിരിക്കുന്ന ആളുകളെ മുഴുവനും വളരെ ആക്റ്റീവാക്കി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കാനുള്ള അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമ്മൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ പോകുന്നതിന് വേണ്ടി സർവശക്തന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആശംസ അറിയിപ്പിക്കാനായിട്ട് 2ാം വാർഡ് മെമ്പർ സിമി സിജു ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെ, നമ്മളിന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് മെഡിക്കൽ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ക്യാമ്പാണിത്. എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കമ്മിറ്റി എഡ്രാക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VH ഉബൈദുള്ളയെ ക്ഷണിച്ചുള്ളൂ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ ഭാരതൻ, നമ്മുടെ ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ഷംസുദ്ദീൻ, ആശംസകൾ അറിയിച്ച 2ാം വാർഡ് മെമ്പർ സിമി ജിജോ, ബ്ലോക്ക് മെമ്പർ സിനി ജോണി, മറ്റ് റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, ശ്രീമൂലനഗരം എഡ്രാക്കിൻ്റെ കീഴിൽ ഏതാണ്ട് 27 റെസിഡൻസ് അസോസിയേഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതാണ്ട് ഒരു വാർഡിൽ 3 എണ്ണം വീതം ചുരുങ്ങിയത് ഒരു വാർഡിലുണ്ട്. പല വാർഡുകളിൽ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇല്ല. ആ മേഖലകളിലെല്ലാം റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിനുള്ള പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. റെസിഡൻസ് അസോസിയേഷനുള്ള ഗുണം എന്ത്, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ എന്തിന് എന്ന് ചോദിച്ചാൽ നമുക്കതൊരു ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ സാധിക്കില്ല ഒരിക്കലും. അത് ഇത്തരമായ പ്രവർത്തികൾ പല ജനങ്ങൾക്ക് ഉപകാരമുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് എന്തിന് റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ളത് ഓരോരുത്തർക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരാളോട് ചോദിച്ചാൽ അവർ ആദ്യം തുടക്കം തന്നെ ചോദിച്ചാൽ അവർ പറയും ഇതിൻ്റെ ആവശ്യമില്ല, എന്തിനാണ്. അപ്പോൾ ഇത്തരം സംരംഭങ്ങൾ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ മറ്റ് സംഘടനകൾക്ക് ഉപരി ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടായാൽ അതെല്ലാം നമുക്ക് സാധിക്കും. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ പോലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെമ്പർമാർക്ക് വളരെയധികം ഗുണമുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. വഴി പ്രശ്നം, അതിർത്തി പ്രശ്നം. അപ്പം അത്തരം പ്രശ്നങ്ങളെല്ലാം ഷംസുക്കാർക്ക് കുറച്ച് 16ാം വാർഡിനെ സംബന്ധിച്ച് കുറച്ച് ആശ്വാസങ്ങളുണ്ട്. പലതും റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ട് പരിഹരിക്കുന്നത്. അങ്ങനെ പരിഹരിക്കണമെങ്കിൽ അംഗങ്ങൾ പരസ്പരം ഒന്ന് സഹായിക്കണം. എന്നാലേ അത്തരം സഹകരണം ഉണ്ടായാലേ ഇത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നമ്മുടെ എല്ലാ അസോസിയേഷനിലും നടത്തുന്നുണ്ട്. മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നമ്മുടെ അസോസിയേഷൻ രൂപീകരിച്ചിട്ട് കുറച്ച് നാളുകൾ ചെറിയൊരു മ്ലാനത ഉണ്ടായി എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് എഡ്രാക്ക് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ജോണിച്ചേട്ടന് നന്ദി പറഞ്ഞിട്ട് ഈ വീട്ടിൽ വെച്ചുള്ള പരിപാടി നടക്കുന്നത്. അപ്പൊ അത് എന്താ പറയാ ചേച്ചിക്ക് പറയാൻ പറ്റില്ല, എന്റെ ചേച്ചിയുടെ വീട്ടാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു നന്ദി ഈ പ്രോഗ്രാം ഇവിടെ വെക്കാനായിട്ട്. ചേച്ചിക്ക് സ്വന്തം വീട്ടുകാർക്ക് നന്ദി പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയാണ് ചേച്ചിക്ക്. ഇത്രയും വലിയൊരു മനസ്സിന് നന്ദി പറയുന്ന ചേട്ടനോട് ചേച്ചിക്കും പ്രത്യേകം നന്ദി അറിയിച്ചു. ഞാൻ ഈടായിട്ടുണ്ടായ ഒന്ന് രണ്ട് മരണങ്ങൾ ശ്രദ്ധിച്ചപ്പോ പ്രഷർ കൂടി അറ്റാക്ക് വന്ന കേസ് ഉണ്ടായിട്ടുണ്ട്, ഷുഗർ കൂടി അറ്റാക്ക് വന്ന കേസ് ഉണ്ടായിട്ടുണ്ട്, പ്രഷർ കൂടി അറ്റാക്ക് വരാം, ഷുഗർ കൂടി അറ്റാക്ക് വരാം, ഇങ്ങനത്തെ കേസ് ഉണ്ടായിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്ന വെച്ചാൽ ഇത് എവിടെയാണ് നിൽക്കുന്നത്, എന്റെ പ്രഷർ എവിടെയാണ് നിൽക്കുന്നത്, എന്റെ ഷുഗർ എവിടെ നിൽക്കുന്നത്, എന്റെ കൊളസ്ട്രോൾ എവിടെ നിൽക്കുന്നത്, ഇത് ചെക്ക് ചെയ്യാനായിട്ട് മിക്കവർക്കും സമയമില്ല. എന്റെ മൊബൈലിന്റെ ബാറ്ററി ചാർജ് എവിടെ നിൽക്കണേ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം എല്ലാവരും. എന്റെ മൊബൈലിന്റെ ബാറ്ററി ചാർജ് ആവും ഇപ്പോൾ 45% നിൽക്കണം, എന്നാൽ എന്റെ ഷുഗറിന്റെ ലെവലിലേക്കാണ്, അതൊന്നും ശരിയാക്കണമെന്നില്ല. ബാറ്ററി ചാർജ് ഇത്ര എത്തി വേഗം തന്നെ ചെക്ക് ചെയ്ത് അത് വേഗം തന്നെ കുത്തിയിട്ട് ശരിയാക്കണം. എന്റെ ഷുഗർ ഇവിടെ നിൽക്കണം, എന്റെ കൊളസ്ട്രോൾ ഇവിടെ അത് വേഗം തന്നെ ശരിയാക്കണം ചിന്തയില്ല. അപ്പൊ നമ്മൾ മറ്റു പോലെ സാധനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. മൊബൈലിന്റെ വില 20,000 25,000 ആയിരിക്കും, അതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ശരീരത്തിന്റെ വില ശതകോടികൾക്ക് മേലെയാണ്, അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വരുന്നത്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത്. 6 മാസത്തിൽ ഒരിക്കലെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഇന്ന് നടക്കുമ്പോൾ ഈ നടക്കുന്ന ചെക്കപ്പുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു 300-350 രൂപ വില വരുന്ന ചെക്കപ്പാണ്. നമ്മൾ വർഷത്തിൽ മേടിക്കണം 300 രൂപയാണ്, ഒരു അംഗത്തിൽ നിന്ന് മേടിക്കണം 300 രൂപയാണ്. 2 തവണ ഒരു മെഡിക്കൽ ചെക്കപ്പ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ 600-700 രൂപ അംഗത്തിന് ലാഭമായി. അംഗം 300 വന്നു, 600 അങ്ങോട്ട് തിരിച്ച് കിട്ടി അംഗത്തിന്. ഒന്ന്. രണ്ടാമത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ മെഡിക്കൽ ചെക്കപ്പ് നടക്കുമ്പോൾ ഒന്ന് പോയി ചെയ്തേക്കാന്ന് വരിക്കും. ലാഭം വരെ പോകണമല്ലോ, ഇത് നമ്മൾ വീടിന്റെ മുറ്റത്തല്ലോ പോയി ചെയ്തേക്കാന്ന് വരിക്കും. അങ്ങനെ ചെയ്തേ വേണ്ടാണ് ഒരു അസോസിയേഷനിൽ ചെയ്തപ്പോൾ ഒരു പയ്യൻ ആൾക്ക് ഷുഗർ അങ്ങ് ടോപ്പിലേക്കാണ്, അതായത് അങ്ങ് പീക്കിലെത്തി. ആൾ അറിഞ്ഞുകൂടിയില്ല, കാരണം ഇത് ചെറുപ്പക്കാർ പോയി ചെയ്യുന്നില്ലല്ലോ. പീക്കിലെത്തി അവനെ ഞെട്ടിപ്പോയി, വീട്ടുകാരെ ഞെട്ടിപ്പോയി. അപ്പൊ തന്നെ പോയി മറ്റേ ട്രീറ്റ്മെന്റ് എടുത്ത് സംഭവം മാറ്റി. ഞാൻ പറയണത് ഇതിന് പ്രായമൊന്നുമില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ജീവിതശൈലി, ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊരു രോഗിയാക്കി മാറ്റണം. അതിന് പ്രായമൊന്നുമില്ല. അത് മനസ്സിലാക്കാതെ നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റെസിഡൻസ് സൊല്യൂഷനിലേക്ക് ഒരു കടമയുണ്ട്, നല്ലൊരു ശീലം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. നമ്മുടെ ബൈലോയിൽ തന്നെ എഴുതിയിട്ട് എന്താണ് നമ്മുടെ അംഗങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ അസോസിയേഷൻ ചെയ്തേക്കുന്നത്. ഈ അസോസിയേഷൻ്റെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ചത് സജീവമായുള്ള ഒരു കമ്മിറ്റി ഉണ്ട്. ഇതിന് എല്ലാവരും കൃത്യമായിട്ട് കമ്മിറ്റിയിൽ, ഞാൻ രൂപീകരിച്ചതിന് ശേഷമുള്ള എല്ലാ കമ്മിറ്റിയിലും പങ്കെടുക്കുന്നുണ്ട്. വളരെ സജീവമായിട്ട് എല്ലാവരും കമ്മിറ്റി പങ്കെടുക്കും. കൃത്യമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഫീൽഡിൽ ഇറങ്ങാൻ ഒരു മടിയില്ലാത്ത അംഗങ്ങളാണ്. അതിന് പ്രത്യേക അഭിനന്ദിക്കണം. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എല്ലാവരും തന്നെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. അപ്പോൾ വളരെ ആക്റ്റീവുള്ള ഒരു കമ്മിറ്റിയാണ്. കുറേ നല്ല പ്രൊജക്ടുകൾ ഇവരുടെ മനസ്സിലുണ്ട്. അതിൽ ആ പ്രൊജക്റ്റുകളെല്ലാം വിജയിപ്പിക്കാൻ ദീർഘവീക്ഷണമുള്ള ഒരു കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ അതിന് പ്രത്യേക അഭിനന്ദനം അറിയിക്കും. എന്തായാലും ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടും പറയുന്നില്ല, ഇത് 6ാമത്തെ അസോസിയേഷനിലാണ് മെഡിക്കൽ ചെക്കപ്പ് നടക്കുന്നത്. എട്രാക്കോയിട്ട് സഹകരിച്ചുകൊണ്ട് 6ാമത്തെ അസോസിയേഷനിലാണ്. എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് നമ്മുടെ ഷംസുക്ക എത്തിയായിരുന്നു. ഷംസുക്ക അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും എല്ലാം ചെയ്തു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നിപ്പോൾ റോഡിന്റെ കാര്യം ഞാൻ ഷംസുക്കയുടെ അടുത്ത് പറയാൻ ആവശ്യപ്പെട്ടാണ്. അതിന്റെ വീഡിയോ ഒന്ന് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയാൻ പറഞ്ഞത്. ഈ സാധനം ഇന്ന് തന്നെ നമ്മളിത് സോഷ്യൽ മീഡിയയിലേക്ക് വിടുന്നുണ്ട്. ജനങ്ങൾ അറിയണമല്ലോ എന്തുകൊണ്ടാണ് വൈകണമെന്ന് എന്നുള്ളത്. ഇപ്പം എനിക്ക് പറഞ്ഞപ്പോൾ സങ്കടം തോന്നി, മെമ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെമ്പറിനെ എന്തൊക്കെ ആയിരിക്കുമല്ലോ കയറണേ. അപ്പോൾ ജനങ്ങൾ അറിയണമല്ലോ, അത് മനഃപൂർവ്വം വഹിക്കുന്നതല്ല. അത് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം 24 hours ഓൺ ഡ്യൂട്ടി ആയിരിക്കും ഇവർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ടും ഇങ്ങനെ കേൾക്കേണ്ടി വരുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവില്ല. അപ്പോൾ ജനങ്ങൾ അറിയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് ഷംസുക്കയുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്രയും വിജയകരമായിട്ട് ശരിക്കും പറഞ്ഞാൽ വൻ വിജയമാണ് ഈ മെഡിക്കൽ ക്യാമ്പ്. അതിന് ഇത്രയും പേര് പങ്കെടുത്തു. കമ്മിറ്റികൾ എല്ലാവരും സജീവമായിട്ടുണ്ട്. യങ്സ്റ്റേഴ്സ് സജീവമായിട്ട് രംഗത്തുണ്ട്. അതിന് വളരെ സന്തോഷം. ചെറുപ്പക്കാർ കുറേ പേര് സജീവമായിട്ട് രംഗത്തുണ്ട്. അത് മിക്ക സ്ഥലത്തും ചിലയിടത്തുണ്ടെങ്കിലും ചിലയിടത്ത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇവിടെ അതൊരു വലിയൊരു കാര്യമാണ്. അതിന് കമ്മിറ്റിക്ക് പ്രത്യേക അഭിനന്ദനം ഈ ചെറുപ്പക്കാരെ പങ്കെടുപ്പിച്ചതിൽ. അപ്പോൾ എന്തായാലും ഈ വിജയകരമായ മെഡിക്കൽ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബ്ലോക്ക് മെമ്പർ മെമ്പർ സിനി ജോണിയെ ക്ഷണിച്ചു കൊടുക്കും. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഭരതൻ ചേട്ടൻ, അതുപോലെ തന്നെ സെക്രട്ടറി, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അവർകളെ, അതുപോലെ തന്നെ ട്രാഗിന്റെ ഏരിയ പ്രസിഡന്റ് ഉബൈദുള്ള, നമ്മുടെ എല്ലാം ഈ അസോസിയേഷൻ ഇവിടെ രൂപീകരിക്കാൻ തന്നെ മുന്നിട്ടിറങ്ങിയ നമുക്കെല്ലാം വേണ്ടപ്പെട്ട വിനയൻ, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ, മറ്റ് ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാർ. നമുക്കറിയാം 2-3 മാസങ്ങൾക്ക് മുൻപ് നമ്മളിവിടെ റെസിഡൻസ് രൂപീകരിക്കുന്നതിന് വേണ്ടി ആലോചന യോഗം കൂടുകയും അതിൽ നമ്മുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഓരോ ഭാരവാഹികളെ ഏൽപ്പിച്ചത്. എങ്കിലും അതിൻ്റെ പിന്നാലെ നിന്നുകൊണ്ട് വീടുകൾ മുഴുവൻ കയറി ഇറങ്ങി അറിയിപ്പുകൾ നൽകുകയും വേണ്ട നിർദ്ദേശങ്ങൾ അതാത് സമയത്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇട്ട് ജനങ്ങളെ അറിയിക്കുകയും അതിനുവേണ്ട നടപടികൾ എന്തെല്ലാം ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇതിന് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഭാരവാഹികൾ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്.
അപ്പൊ അവരൊന്നും പ്രതിഫലിച്ച് കൂടാതെയാണ് നമ്മുടെ ഒരു സംഘം രൂപീകരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രൂപീകരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് തുടർന്ന് കൊണ്ടുപോകുവാൻ എളുപ്പമാണ്. കാരണം ഒരു സംഗതി തുടങ്ങാനാണ് ബുദ്ധിമുട്ടുള്ളൂ. അത് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും കഴിയും. കാരണം അത് നമ്മൾക്കറിയാം, നമ്മളൊരു പൈസ പിരിക്കുമ്പോഴും ഒക്കെ ആളുകൾക്ക് നിന്നുണ്ടാകുന്ന വിമർശനങ്ങളും അതുപോലെ തന്നെ ഇത് രൂപീകരിച്ച് മുന്നോട്ട് ഇത് എങ്ങനെ ഇത് കൊണ്ടുപോകണം, അതായത് ഏതെല്ലാം വഴിയിലൂടെ പോയാലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളൊരു ആലോചന യോഗം പല പ്രാവശ്യം കൂടിയതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്കിപ്പോൾ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് തന്നെ നടത്താൻ സാധിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ മുത്തൂറ്റ് സ്നേഹ ഫൗണ്ടേഷന്റെ കീഴിൽ നമുക്കൊരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ നടത്താൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഈ 53 നമ്മുടെ ഈ ഭാഗത്ത് തന്നെ 63 വീടുണ്ട്. അതിലൊരു 10ഓളം വീട് വാടകക്കാരാണ്. അവരതിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ കൂടിയും 53 വീടോളം ഉണ്ട്. അവരുടെ എല്ലാം സഹകരണം നല്ല രീതിയിൽ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകും എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പറയുക എന്നുള്ളതാണ്. ഇവിടെ ഈ യോഗം സംഘടിപ്പിക്കാൻ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങിയ നമ്മുടെ ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഭരതൻ അവർകളെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ സെക്രട്ടറി രാജേന്ദ്രൻ ചേട്ടന് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ടത് വിനയനാണ്. ഞങ്ങൾ പയ്യെ ഒരു മന്ദഗതിയിലായിരുന്നെങ്കിലും പലപ്പോഴും വിളിച്ച് നമുക്ക് ഊർജം നൽകിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് നയിക്കുന്ന വിനയന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സിമി ജിജോയ്ക്ക് എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എഡ്രാഗിന്റെ ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ക്യാഷിയർ, മറ്റ് ഭാരവാഹികൾ എല്ലാവർക്കും ഈ യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിലൊക്കെ ഉപരി 7 മണിക്ക് നമ്മുടെ ഇതിന്റെ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കും എന്ന് പറഞ്ഞപ്പോൾ 6:30 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേർന്ന അവർക്ക് നമുക്കറിയാം ഒത്തിരി ദൂരങ്ങളിൽ നിന്ന് വന്നവരായിരിക്കും ഈ സ്റ്റാഫ് അംഗങ്ങളെല്ലാം. അവർ കറക്റ്റ് 6:30 മണിക്ക് ഇവിടെ എത്തണമെങ്കിൽ അവർ ഒരു കാലിച്ചായ പോലും കുടിക്കാതെയായിരിക്കും അവരുടെ വീടുകളിൽ നിന്ന് പോന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു മനോഭാവത്തോടു കൂടി 10 രൂപ പോലും പ്രതിവേച്ച കൂടാതെ ഈ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഈ സേവനം നൽകാനായിട്ട് ഇറങ്ങി തിരിച്ച മുത്തൂറ്റ് സ്നേഹ ഫൗണ്ടേഷന്റെ അംഗങ്ങൾക്കും അവരുടെ ടീം അംഗങ്ങൾക്കും അതിന്റെ ഭാരവാഹികൾക്കും അഗീതമായ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വിജയത്തിനായിട്ട് നമ്മുടെ റെസിഡൻസിന്റെ അംഗങ്ങളെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ എഡ്രാഗിന്റെ ഭാരവാഹികളാണ്. അവർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗ നടപടികൾ അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു.